മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നയിക്കുന്ന കോൺഗ്രസ് എസ് പുനഃസ്ഥാപന വാർഷികാഘോഷത്തിന് ഒരുങ്ങുന്നു. 4.5 പതിറ്റാണ്ടിലേറെ ഇടതു ശബ്ദമായി മാറിയ പാർട്ടി CNP വിട്ട് കോൺഗ്രസ് എസ് ആയതിന്റെ വാർഷികമാണ് ആഘോഷിക്കുന്നത്. 28-ന് കണ്ണൂരിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ആഘോഷം ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. കോൺഗ്രസ് എസ് എന്നാൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. കടന്നപ്പള്ളി എന്നാൽ കോൺഗ്രസ് എസും. 4.5 പതിറ്റാണ്ടിലധികമായി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ജീവവായുവാണ് ആ പാർട്ടി. 1978 മുതൽ തുടങ്ങിയതാണ് കടന്നപ്പള്ളിയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധം. അന്നു മുതൽ കടന്നപ്പള്ളി ഇടതുപക്ഷമാണ്. ആ പക്ഷം വിട്ട് മറ്റൊരു ചിന്ത കടന്നപ്പള്ളിക്ക് ഉണ്ടായിട്ടില്ല. കേരളത്തിൽ കോൺഗ്രസിന്റെ ത്രിമൂർത്തികളായി നേതൃനിരയിൽ ഉണ്ടായിരുന്നവരായിരുന്നു AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കടന്നപ്പള്ളി രാമചന്ദ്രനും. 1980 കാലത്ത് ആന്റണിയും ഉമ്മൻചാണ്ടിയും ഇടതുപാളയം വിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചുപോയപ്പോൾ കടന്നപ്പള്ളി പക്ഷേ ഇടതുപക്ഷത്ത് ഉറച്ചുനിന്നു. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസ് എസിന്റെ പ്രധാന നേതാവായി. ശരത് പവാർ NCP രൂപീകരിച്ചപ്പോൾ കോൺഗ്രസ് എസ് അതിൽ ലയിച്ചു. NCPയുടെ സംസ്ഥാന പ്രസിഡന്റുമായി. പക്ഷേ കടന്നപ്പള്ളിക്ക് അതൊരു വിങ്ങലായിരുന്നു. തന്റെ പാർട്ടിയെ കടന്നപ്പള്ളി 2002-ൽ പുനഃസ്ഥാപിച്ചു. ഗാന്ധിജിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കടന്നപ്പള്ളി ഇടതുപക്ഷത്ത് അടിയുറച്ചു നിന്നത് എന്നതും ശ്രദ്ധേയം. കോൺഗ്രസ് എസിന്റെ പുനഃസ്ഥാപനം ആഘോഷിക്കുകയാണ് ഇപ്പോൾ പാർട്ടി. മെയ് 28-ന് കണ്ണൂരിൽ പുനഃസ്ഥാപന വാർഷികം നടക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഗാന്ധിയൻ ആശയത്തിൽ ഊന്നിയാണ് തന്റെ പാർട്ടിയുടെ പ്രവർത്തനമെന്നും കടന്നപ്പള്ളി. ഗാന്ധിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന സന്ദേശം ഈ വർത്തമാനകാലത്ത് മുഴക്കുന്ന ഏക രാഷ്ട്രീയ സംഘടനയാണ് കോൺഗ്രസ് എസ്. ഗാന്ധി എന്ന ലോകാരാധ്യനായ മഹാചൈതന്യത്തെ രാജ്യത്തിനകത്ത് വളരെ നികൃഷ്ടമായ നിലയിൽ അപഹസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി അഭ്യർത്ഥിക്കേണ്ടത് കോൺഗ്രസ് എസിൻ്റെ സ്ഥാപക വാർഷിക ആഘോഷ പരിപാടികൾ 28-ന് ഇവിടെ സമാരംഭിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഒരു മുഖവരി ആവശ്യമില്ലാത്ത CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി. വിസ്മയമാണ് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതം. 80 പിന്നിട്ട കടന്നപ്പള്ളി രാമചന്ദ്രൻ KSU കാലത്ത് ലോക്സഭയിൽ തുടങ്ങിയതാണ് പാർലമെന്ററി പ്രവർത്തനം. അതും കാസർഗോഡ് മണ്ഡലത്തിൽ സാക്ഷാൽ EK നായനാരെ പരാജയപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് എന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കടന്നപ്പള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ അത്ഭുതമാണ് കഴിഞ്ഞ 2 തവണയും കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലും രാഷ്ട്രീയ കേരളം കണ്ടത്. ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന ചോദ്യത്തിന് കടന്നപ്പള്ളി പാർട്ടിക്കും മുന്നണിക്കും വിധേയനാവുകയാണ്. ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമുള്ള മറുപടി. പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുക, മുന്നണിയും. അത് പാർട്ടി തീരുമാനിക്കാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. CPM-മായി ഏറ്റവും അടുപ്പമുള്ള LDF ഘടകകക്ഷി ഏതെന്ന ചോദ്യത്തിനും ഒറ്റ ഉത്തരമേയുള്ളൂ, കോൺഗ്രസ് എസ്. ഒരു പാർട്ടി എന്ന പോലെയാണ് കോൺഗ്രസ് എസും CPM-ഉം. പതിറ്റാണ്ടുകളായുള്ള ആ ബന്ധത്തിന് ഇതുവരെ വിള്ളൽ വീണിട്ടുമില്ല. തുടരെയുള്ള 2 പിണറായി മന്ത്രിസഭയിലും കടന്നപ്പള്ളിക്ക് ഇടം ലഭിച്ചതും അദ്ദേഹത്തിന്റെ സംശുദ്ധമായ രാഷ്ട്രീയത്തിനുള്ള അംഗീകാരമായിരുന്നു. കോൺഗ്രസ് എസ് പുനഃസ്ഥാപന വാർഷികാഘോഷ ചടങ്ങിൽ പാർട്ടി ദേശീയ സെക്രട്ടറി ഉമേഷ് ചന്ദ്ര ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 500 പ്രതിനിധികൾ ആഘോഷത്തിൽ പങ്കെടുക്കുമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ്, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ EPR വേശാല, U ബാബു ഗോപിനാഥ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KM വിജയൻ, I ശിഹാബുദ്ദീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.